ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മെഹ്നു ചാനൽ. ഇവാൻ ബേബിയുടെ ഒരു സോങ് ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയിട്ടിട്ടെ. ആ സോങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വരുന്നത് കാരണം ഞാൻ സത്യം പറഞ്ഞ രാവിലെ ഇപ്പോൾ അതെ ഫസ്റ്റ് ലൈന് ഞാനത് മെഹ്നു ഫാമിലി എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റീലിൻ്റെ ഒരു ഷോട്ട്. അത് ചിരിച്ച് 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 ഞാൻ മരിച്ച അതിൻ്റെ കമൻറ്റ്. ചിരിക്കാനും ഉണ്ടായി കുറേയൊക്കെ ഒരുമാതിരി എൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ പോയി സാധനം. കമൻസ് ഒരാൾ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പാട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി കേൾപ്പിക്കുക. ചക്കര ചക്കര കുട്ട എന്റെ പൊന്നിന്റെ കുടമായ മുത്തേ, എന്റെ ഈവാനു പൊന്നു മോനെ, നീ എന്റേതല്ലേ. നിന്റെ ഒന്നാം പിറന്നാൾ ബാപ്പയും കൂട്ടാരും എല്ലാരും ചേർന്നിട്ട് കളറാക്കിയില്ലേ. ഈവാനു മോനെ, ഈവാനു മോനെ, ഈവാനു മോനെ, നീ എന്റേതല്ലേ. ഇത് ഫസ്റ്റ് റീല്. ഈ റീല് മെഹ്നു ഫാമിലി എന്നുള്ള പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഈ ഒരു പേഴ്സൺ. ഇതിൻ്റെ അനുപല്ലവി വേറെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കണ്ട കമൻസ് നല്ല കുറേ കമൻസ് ഉണ്ട്. കുറേ കമൻസ് ചിരിക്കാനൊക്കെ ഉണ്ട്. കുറേ എന്ത് പാട്ട് അങ്ങനെ ഇങ്ങനെ. നിങ്ങൾ ഈ പാട്ടിലൊരു കാര്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ സോങ്ങിന്, അതായത് ഇപ്പം നിങ്ങൾ കേട്ട സോങ്ങിന് യാതൊരു മിക്സിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. അതവർ തരുമ്പം എന്താ പറയുക, ഞാൻ ഒന്നാമത് ഫ്രീ ആയിരുന്നു ആ സമയത്ത്. ഈ റെക്കോർഡ് ചെയ്യുന്ന അതിൻ്റെ ആൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എവിടെയും എഴുതാതെ, അതായത് ഇതിൻ്റെ റിലിക്സ് എവിടെയും എഴുതി വെക്കാതെ റെക്കോർഡ് ഈ പാട്ട് പ്ലേ ആക്കി. ഈ പാട്ട് ഞാൻ തൻസിക്കാട് ഇപ്പോൾ പുതിയ വന്ന സോങ്ങാണ്. ഷാഫി കൊല്ലം പാടിയ, അവരഭിനയിച്ച് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആൽബമാണ്. കുഞ്ചല്ലേ കുഞ്ചല്ലേ പെണ്ണെ, നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ, എടിയിലയിലേ. ആ പാട്ടിൻ്റെ പുതിയ വേർഷനായിട്ട് വന്ന ആ ഒരു തൻസിക്കാട് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്ന ആ ഒരു സോങ്ങിൻ്റെ ജസ്റ്റ് ഞാനിങ്ങനെ ആ ഒരു ട്രാക്ക് യൂട്യൂബിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റുഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ വെറുതെ വലിച്ചിട്ടിട്ട് ഞാൻ വെറുതെ പാട്ട് പ്ലേ ആക്കുമ്പോൾ മൈക്ക് റെക്കോർഡ് ചെയ്ത് സ്പോട്ടിൽ എൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു വരികൾ ഞാൻ ഒറ്റ ടേക്കിൽ അങ്ങോട്ട് പാടിയതാണ്. അതായത് പ്ലേ ചെയ്ത്, അതാണ് ഈ രണ്ടാമത്തെ അനുപല്ലവി. അത് നിങ്ങളൊന്ന് കേട്ടോക്കെ, ഞാൻ കേൾപ്പിച്ചുതരാം. നിന്റെ ആ ചുണ്ടിലെന്നും പുഞ്ചിരിയ എന്നും വേണം, നിന്റെ പാപ്പ നിന്റേതല്ലേ, നിന്റെ പാപ്പ നിന്റേതല്ലേ. ആടെ പെട്ടെന്നൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ആടെ അങ്ങനെ നീട്ടി കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു എഴുതി വെക്കാണ്ടും റിലിക്സ് ഒന്നും ഇല്ലാതെ ഒറ്റ ടൈക്കിൽ ഒറ്റയിൽ ഇങ്ങനെ ഇങ്ങനെ പാടിയതാണ്. പിന്നെ കുറച്ച് രണ്ടാമത് ഫുള്ളായിട്ട് ഒറ്റ ടേക്കിൽ ഒരു പാട്ട് പോയി. എന്നിട്ട് രണ്ടാമത് കറപ്ഷൻ ചേഞ്ച് ആക്കാനും ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഓരോന്ന് വരികൾ രസമുണ്ടങ്ങനെ. അല്ലാതെ ഞാനിങ്ങനെ മനഃപൂർവ്വം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പാടിയ ഒരു സോങ് അല്ല അത്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്പോട്ടിൽ വന്ന ആ ഒരു ടൂണ് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പോയ വരികളാണ് ആ ഒരു സോങ്ങിൻ്റെത്. അത് കൊളായിട്ടുണ്ടാവാം, ചില സമയം രസം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ അതിൽ യാതൊരു മിക്സിങ്ങോ എഡിറ്റിങ്ങോ ഒന്നുമില്ല. അത് മറ്റേ നമ്മളെ ഗഫൂർക്ക ജസ്റ്റ് ഒന്ന് എനിക്ക് ഞാൻ ഓൾറെഡി പാടി, എന്നോട് പറഞ്ഞു നീ ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് അതും പാട്ട് പാടണമെങ്കിൽ പാടിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ഉണ്ടാകുമ്പോൾ അങ്ങനെ ആ പാടിയ പാട്ടിൽ ഗഫൂർഖാൻ്റെ സ്റ്റൈലിൽ ജസ്റ്റ് ഒന്ന് അയച്ചിട്ട്, കാരണം എനിക്ക് കൊടുക്കാനുള്ളത് വേറെ വ്യക്തിക്കാണ് സോങ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ അത് നല്ല രീതിയിൽ എഡിറ്റ് ആക്കിയിട്ട് നല്ല പാങ്ങിൽ തന്നിന്. പക്ഷേ ഈ സാധനം സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കറപ്ഷൻ ചെയ്യാണ്ട് ഇങ്ങനെ പച്ചക്ക് തന്നതാണ്. അതാണ് ചില ദിവസം നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടാവുക. ഇനി എമ്മാതിരി കളിയാക്കലാണ് റബ്ബേ. ഞാൻ വെറുതെ എൻ്റെ മോൻ്റെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഇത് കൊണ്ട് ഞാനങ്ങനെ ഇട്ടതാണ് റീലാക്കിയിട്ട്. എന്തായാലും കുറേ ചിരിച്ച് മാഷാ അല്ലാ. എന്തായാലും ഞാൻ പ്രതീക്ഷേനേക്കാളും അടിപൊളിയായിട്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവർക്കും കേക്ക്
വിതരണം ചെയ്യാൻ പറ്റി, എല്ലാവരും സന്തോഷിപ്പിക്കാൻ പറ്റി. കുഞ്ഞിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. നമ്മൾ രാവിലെ കുറേ കറങ്ങി, അങ്ങനെ നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ചു. ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും മുഖത്ത് ഹാപ്പിനെസ് കണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു യഥാർത്ഥ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ വന്ന ആരും അങ്ങനെ പോസ്റ്റ് അടിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ ബോറടിപ്പിച്ചിട്ടോ, കുറച്ച് ആൾക്കാരെ വിളിച്ച് ചെയ്യണം എന്നൊക്കെയാണ് ഉണ്ടായത്. എനിക്ക് പരിപാടി കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് അതിൻ്റേതായ ഒരു ലൊക്കേഷനും കാര്യമൊന്നും പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാർ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് പറഞ്ഞ ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ ഡ്രസ്സ് അടക്കം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ വരെ അയച്ചു തന്ന്. അവർ പറഞ്ഞു ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പം ഇത് തന്നുവിടാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഈ സോങ്ങിൻ്റെ വല്ലാത്തൊരവസ്ഥ തന്നെ. നിങ്ങളൊന്നും മനസ്സിലാക്കാതെ റെക്കോർഡോ മിക്സിങ്ങോ ഒന്നും എഡിറ്റിങ്ങോ ഒന്നും ഇല്ലാത്തൊരു സോങ്ങാണ്. സോ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് അതെങ്കിലും പാടാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ഗഫൂർ ഖാനോടാണ്. കാരണം ഗഫൂർക്ക് അങ്ങനെ ഒരു ചാൻസ്, ആ ഒരു സമയം ഇത്തിരി ഫ്രീ എങ്കിലും എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് ആ ഒരു സോങ്ങെങ്കിലും എനിക്ക് പാടാൻ പറ്റിയതിൽ സത്യം പറഞ്ഞ സന്തോഷമേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു ഇത്തിരി വേരി സോങ് പാടാൻ പറ്റിയതിൽ. ഞാൻ നല്ല രീതിയിൽ ഹാപ്പിയാണ്. പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. ചില സമയം ഇങ്ങനെ സന്തോഷിക്കാനും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ തന്നെ. പക്ഷെ ഞാൻ നല്ല രീതിയിൽ ഹാപ്പിയാണ്, അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനത് കോമഡിയായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ചക്കര കുട്ട എന്റെ പൊന്നിന്റെ കുടമായ മുത്തേ, എന്റെ ഈവാനു പൊന്നു മോനെ, നീ എന്റേതല്ലേ. നിന്റെ ഒന്നാം പിറന്നാൾ ബാപ്പയും കൂട്ടാരും എല്ലാരും ചേർന്നിട്ട് കളറാക്കിയില്ലേ. ഈവാനു മോനെ, ഈവാനു മോനെ, ഈവാനു മോനെ, നീ എന്റേതല്ലേ. ചക്കര കുട്ട എന്റെ പൊന്നിന്റെ കുടമായ മുത്തേ, എന്റെ ഈവാനു പൊന്നു മോനെ, നീ എന്റേതല്ലേ. നിന്റെ ബാപ്പയും കൂട്ടാരും എല്ലാരും ചേർന്നിട്ട് കളറാക്കിയില്ലേ. ഈവാൻ മെഹനു, ഈവാൻ മോനെ, നീ ബാപ്പാടെ ചക്കര കുഞ്ഞല്ലേടാ. നിന്റെ ആ ചുണ്ടിലെന്നും പുഞ്ചിരിയ എന്നും വേണം. നിന്റെ വാപ്പ നിന്റേതല്ലേ. പേടമാനെ പോലെ എന്നും പാരി ഞാനെത്തും. നിന്റെ ആ ചുണ്ടിലെ പുഞ്ചിരി എന്നെന്നും എന്നിൽ വേണം. എന്നും നിന്റെ കൂടെ സന്തോഷം മാത്രം വേണം. നിന്റെ കൂടെ എന്നും നിന്റെ വാപ്പയുണ്ടെടാ. നിന്റെ കൽവിനുള്ളിലേറെ സ്നേഹവുമായി ഞാനും എത്തും. അന്നു നിന്റെ പുഞ്ചിരി കാണണമേടാ. ഈവാൻ മോനെ, എന്റെ ഈവാൻ മോനെ, ഈവാൻ മോനെ, നീ ബാപ്പാണ്ടല്ലേ.